അമ്മ സുജ ആ വീട്ടിലെത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മകൻ്റെ ചേതനയേറ്റ് മൃതദേഹം കാണുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന വേദന എത്രമാത്രം വലുതാണെന്ന് നമുക്ക് അറിയാം. ഇതിൻ്റെ അമ്മ വീട്ടിലെത്തി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് അവിടെ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. പ്രിയ കൂട്ടുകാരുടെയും അധ്യാപകരുടെയും ഒക്കെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി ഇതിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തേവലക്കരയിലെ സ്കൂളിൽ നിന്ന് കുളത്തറയിലെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ നൂറുകണക്കിന് പേരാണ് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും എത്തിയത്. അവസാനമായി ഒരു നോക്ക് കാണുവാൻ സ്കൂളിലേക്ക് ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ആളുകളാണ്. തുർക്കിയിലായിരുന്ന ഇതിൻ്റെ അമ്മ ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. അല്പസമയം മുമ്പ് ഇതിൻ്റെ അമ്മ സുജ ആ വീട്ടിൽ എത്തി എന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. പ്രിയപ്പെട്ട മകന് അന്ത്യചുംബനം നൽകാൻ അമ്മ സുജയും ആ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആ വിവരമാണ് അവിടെ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിജിൻ തുടരുകയാണ്. വിജിന് അന്ത്യചുംബനം നൽകാൻ അവൻ്റെ പ്രിയപ്പെട്ട അമ്മ മനോഭവനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏറെ പ്രതീക്ഷയോടുകൂടെയാണ് മിഥുൻ്റെ അമ്മ സുജ ഈ 2 മക്കളെയും നോക്കി വളർത്തുന്നതും അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവർ വിദേശത്തേക്ക് പോയതടക്കം. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അമ്മയോടെ എത്തിയോ മറ്റു വിവരങ്ങൾ ഇതിനെ കാണാൻ വൻ ജനാവലിയാണ് തേവലക്കരയിലെ ഇതിൻ്റെ വീട്ടിൽ ഉള്ളത്. ഉള്ളുലഞ്ഞ് ഒരു നാടൊന്നാകെ ഇതിന് യാത്രാ മൊഴി നൽകുകയാണ്. ഇങ്ങനൊരു സാഹചര്യം ആ നാട്ടിൽ ആദ്യത്തെ സംഭവമാണ്. അത്രയുമേറെ വേദനയോടുകൂടിയാണ് ആ നാട്ടുകാർ ഇതിനെ യാത്രയാക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വൻ ജനാവലിയാണ് ആ വീട്ടിലുള്ളത്, ആ ചെറിയ വീട്ടിലുള്ളത്. ഒരു നാടൊന്നാകെ ഇതിന് യാത്രയാക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കാഴ്ച സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ദുഃഖ സമുദ്രമായ ഒരു അന്തരീക്ഷം. ദുഃഖത്തിൻ്റെ അലവിളികൾ ആ മനോഭവനത്തിൽ നിന്ന് കേൾക്കാൻ കഴിയും. ആ ചെറിയ ഭവനത്തിൽ നിന്ന് കേൾക്കാൻ കഴിയും. ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്കുള്ള യാത്രാമതി, പിന്നീട് സ്കൂളിൽ നിന്ന് വീട്ടിലുള്ള യാത്രാമതി, തേവലക്കരയിലെ ജനാവലി, ദുഃഖ അന്തരീക്ഷത്തിലും വളരെ വേദനയോടുകൂടിയുമാണ് ഇതിന് യാത്രയിലേക്ക് നൽകിയത്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് തേവലക്കരയിലെ വീട്ടിൽ, കുളത്തറയിലെ വീട്ടിൽ സംസ്കരിക്കുക. നാടിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവർ, സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവർ ഇതിന് യാത്രയാക്കാൻ എത്തി. തൻ്റെ പൊന്നോമനയ്ക്ക് അന്ത്യചുംബനം നൽകാൻ അവൻ്റെ അമ്മയും എത്തിയെന്നുള്ള വിവരമാണിപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മിഥുൻ്റെ അമ്മ സുജ മകൻ്റെ ചേതനയറ്റ ശരീരം കണ്ട് പൊട്ടിക്കരഞ്ഞ് സഹിക്കാൻ കഴിയാത്ത തരത്തിൽ വേദന
സഹിക്കാൻ കഴിയാത്ത രീതിയിൽ, ചുറ്റുമുള്ളവർക്കൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ തളർന്ന് കരയുകയാണ്. എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുക എന്ന് ആർക്കും അറിയില്ല. അത്രയും വേദന തിങ്ങി നിറക്കുന്നൊരു അന്തരീക്ഷമാണ് ആ വീട്ടിൽ ഉള്ളത്. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി.